ആക്ച്വലി ഒന്നും മനസ്സിലാകുന്ന പോലുമില്ല. വഴിയെ പോകുന്ന എല്ലാവരും മേത്തോടെ എല്ലാം ഫുള്ള് കളറാക്കിയേക്കുവാണ്. ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്ന കോട്ടേജ് ഇതാണ്. ഈ കോട്ടേജിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന വ്യൂ ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ഫ്രം സാംഗ്ല. ആക്ച്വലി ഞാനിപ്പോൾ ഉള്ളത് അതെ നമ്മൾ സാംഗ്ലയിലാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി. ഇന്നതേ രാവിലെ എഴുന്നേറ്റ് ഹോളി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവർക്ക് വട്ടാണോ ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ വൈറ്റ് കളർ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോന്നേക്കണമെന്ന്. അതെ, ഞാൻ ഇന്ന് ഹോളിയിലെ എല്ലാ കളറും എൻ്റെ ടീഷർട്ടിൽ വരാൻ പാകത്തിനാണ് ഞാൻ റെഡിയാക്കിക്കണേ. ഇതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്ന കോട്ടേജ് ഇതാണ്. ഈ കോട്ടേജിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന വ്യൂ ഉണ്ടല്ലോ. അയ്യോ, എന്തൊരു ഭംഗിയാണെന്നറിയാമോ. ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച എനിക്ക് തോന്നിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്തിനാ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പോകുന്നത്? നമ്മുടെ ഇന്ത്യ മാത്രം കറങ്ങിയാൽ മതി എന്നുള്ളതിന് അടിവരയിട്ട് പറയാൻ പറ്റുന്ന സംഭവമാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ ഒരു റിവർ സൈഡിലുള്ള കോട്ടേജ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ശരിക്കും ഇച്ചിരി തണുപ്പ് കൂടുതലുണ്ട് കേട്ടോ. നല്ല ലെയറിംഗ് ഒക്കെ ഇട്ടുകൊണ്ട് വന്നായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ നാട്ടിലെ ചൂടൊക്കെ കണക്കാക്കി ആ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇച്ചിരി പണി കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു ജാക്കറ്റൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചായിരിക്കുന്നത്. എൻ്റെ കത്തി ലുക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എന്തായാലും നമ്മൾ ഇന്ന് സാംഗ്ലയിലെ ഹോളിയുടെ വിശേഷങ്ങളായിരിക്കും കാണാൻ പോകുന്നത്. അപ്പം വെൽക്കം ടു സാംഗ്ല. നമ്മളിന്ന് ഹോളി ആഘോഷിക്കുന്ന ഒരു വില്ലേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം അവരുടെ ഒരു പൂജകൾ, റിച്വൽസ്, അവരുടെ ഹോളി സെലിബ്രേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അയ്യോ, ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. നല്ല തണുപ്പുണ്ട്. ഈ ജാക്കറ്റൊക്കെ ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്. ഒരെണ്ണം കൂടെ മേടിക്കണം. നല്ല തണുപ്പാണ്. പക്ഷേ എന്നാലും അവിടെ ചെന്ന് ഇതെല്ലാം കൂടെ കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമാണ് കേട്ടോ. ഈ പോകുന്ന വഴിയുടെ ഇടയ്ക്കൂടെ എല്ലാം ആപ്പിൾ തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് അവിടെയായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. ഏതായാലും ഈ സ്റ്റേയും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഭംഗിയായിപ്പോകും കേട്ടോ. ഇതെനിക്കൊരു തോന്നുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും റിസേർച്ച് ചെയ്തൊക്കെ വരേണ്ടി വരും. ഇതിപ്പോൾ ഹാസൽ ഫ്രീ ആയിട്ട് നമുക്കെല്ലാം നമ്മുടെ വിരൽത്തുമ്പി കിട്ടിയ ഒരു അനുഭവമായിരിക്കും തോന്നുന്നത്. ഞങ്ങളാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ മൈക്കൊന്നും എടുക്കാതെയാണ് പറയുന്നത്. അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ഭയങ്കര തിരക്കാണ്. ഇവിടെ എല്ലാവരും ഹോളി ആഘോഷിക്കാൻ തുടങ്ങിയായി. ഞങ്ങൾ കുറച്ച് കളേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കളറൊക്കെ എടുത്ത് ഞാൻ മാത്രമാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ വൃത്തിക്ക് നിൽക്കുന്നത്. ബാക്കിയല്ല ആരുടെ മുഖത്തേക്ക് നോക്കിയാലും കാണാൻ പറ്റും കളർ കുളിച്ച് നിൽക്കുന്നത്. ഈ ആൾക്കാരെയൊക്കെ പിന്നെ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാവരും ഫുള്ള് കളറിൽ കളിക്കും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ജാക്കറ്റും കാര്യങ്ങളും ഒക്കെ ഊരി ഞാൻ പുതിയൊരു ജാക്കറ്റ് മേടിച്ചു. ഈ കളറിൽ തന്നെ പോകാൻ എൻ്റെ തൊപ്പി എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഹിമാചലിൻ്റെ തൊപ്പിയാണ് കേട്ടോ. അടിപൊളിയല്ലേ? ഹിമാചലിൽ വന്ന് റോമിൽ പോയാൽ റോമിലെ പോലെ ജീവിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ഹിമാചലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമാചലിനെ പോലെ ജീവിക്കണം. അപ്പൊ സിബ്രാന്റെ നമ്മൾ ഹാപ്പി ഹോളി പറയാം. ആക്ച്വലി ഒന്നും മനസ്സിലാകുന്ന പോലുമില്ല. വഴിയെ പോകുന്ന എല്ലാവരും മേത്തോടെ എല്ലാം ഫുള്ള് കളറാക്കിയേക്കുവാണ്. എന്റെ കോലം കണ്ടില്ല നിങ്ങൾക്ക്? ഇവിടെ ഫുള്ള് ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പ് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അതെല്ലാം തപ്പിയെടുക്കണം. ഏതായാലും ഗ്ലാസ് ഇട്ട് നന്നായി കേട്ടോ. ചെടി കണ്ണിലൊന്നും പോയില്ല. ഗ്ലാസ് സത്യം പറഞ്ഞാൽ ഒന്നും കാണത്തില്ല. ഫുള്ള് അങ്ങനെ തന്നെ അങ്ങ് പോരുവാണ്. ഇവിടെ എല്ലാവരും ഫുള്ള് കളറെല്ലാം മേടിച്ചോണ്ടിരിക്കുന്ന ഭാഗാട്ടോ. അതെ, നമ്മുടെ കയ്യിലും ഉണ്ട് കളറൊക്കെ. ഇവിടുന്ന് ഒരു അമ്പലത്തിലോട്ടാണെന്ന് തോന്നുന്നു. എങ്ങോട്ടേക്ക് പോവുകയാണ്. അതെ, നമ്മുടെ ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു ഈ വഴി നേരെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ആ വഴി ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊരു കുത്തനെയുള്ള ഇറക്കമാണ്. ഭയങ്കര ഒരുപാട് പേര് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലായിടത്തും പ്രയർ വീൽസുകളുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് ഇറങ്ങി കുറേ സമയമായിട്ട് ഇറങ്ങിക്കൊണ്ടേയിരിക്കുവാണ്. ഗ്ലാസ് ഒന്നും കണ്ണിലോട്ട് വെക്കാൻ മേല. ഫുള്ള് കളറാണ്. ഒരു ഊഹത്തിൽ അങ്ങ് നടന്നു പോകുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അവരങ്ങ് മുമ്പേ പോയി. ഞാൻ പതുക്കെയാണ് പോകുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാം പിള്ളേർ സെറ്റ്. അതുകൊണ്ട് തന്നെ അവർ ചില്ലിച്ചില്ലെന്നാണ് നിൽക്കുന്നത്. ഈ അമ്പലത്തിലോട്ടാട്ടോ നമ്മൾ കയറുന്നത്. ഇനി അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് എത്രത്തോളം നമുക്ക് വിഷ്വൽസ് പ്രോപ്പറായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്യാം. പാട്ടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കായിട്ടുണ്ട്. ഞാൻ കൂട്ടം വിട്ടു പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. ഇവിടെയാണ് റേഞ്ചും ഇല്ല.
ഫുള്ള് ആഘോഷിച്ചു. ഇതിൽ മൊത്തം വിഷ്വൽസ് കുറേ പാട്ടുകളൊക്കെ വരുന്നുണ്ട്. ആ വിഷ്വലൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. ട്രാവൽ വിത്ത് മരിയ ഷാലു എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് കയറി പെട്ടെന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ ആ ക്ലിപ്പുകളെല്ലാം കാണാൻ പറ്റും. കിട്ടാവുന്നതിൻ്റെ മാക്സിമം ക്ലിപ്പുകൾ ഞാൻ ഇതിനകത്ത് ഇടുന്നതായിരിക്കും. അടിപൊളി. മടുത്ത് ചത്ത്. എൻ്റെ ഈ കോലമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? നല്ലതായിട്ട് ഞാൻ ഹോളി ആഘോഷിച്ചിട്ടുണ്ടെന്ന് തോന്നില്ലേ? അതെ, അടിപൊളി ഒരു ഹോളി സെലിബ്രേഷൻ തന്നെയായിരുന്നു നമ്മുടെ. ഈ ഒരു പാലം കടന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ഹോളി ആഘോഷിക്കാനായിട്ട് സാംഗ്ല വില്ലേജിലോട്ട് കിടക്കാനായിട്ട്. ശരിക്കും വില്ലേജുകാരെക്കാളും കൂടുതൽ സാംഗ്ലയിൽ നിന്ന് ശരിക്കും ഹോളി ആഘോഷിക്കുന്നതിനായിട്ട് പുറത്തുനിന്നുള്ള ആളുകളാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 10,000 ആൾക്കാരാണ് ഹോളി ആഘോഷിക്കുന്നതിനായിട്ട് കയറി വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ അവിടുന്ന് ഇറങ്ങി ആ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിലാണ് ഹോളിയുടെ പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു മന്ത്രിയൊക്കെ വന്നിട്ട് അവിടുത്തെ ഉദ്ഘാടനമൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പാട്ടിട്ടിട്ടങ്ങ് ഡാൻസ് തുടങ്ങി. എന്തൊരു രക്ഷസമായതോ മതി. പിന്നെ അമ്പലത്തിൽ നിന്ന് ശരിക്കും ഹോളി എന്ന് പറയുന്നത് ഒരു ദുഷ്ടശക്തിക്ക് എതിരെ പ്രവർത്തിക്കുന്ന അല്ലെ ഒരു ദുഷ്ടശക്തിക്ക് എതിരെ നന്മയുടെ വിജയം ആഘോഷിക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രതീകമായിട്ടുള്ള ഒരുപാട് എന്താ പറയുക മേക്കപ്പൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അമ്പലത്തിൽ നിന്ന് വരുന്നുണ്ട്. ആൾക്കാരെല്ലാം മുഖത്തും അങ്ങോട്ടും ആരെ എന്താണെന്നൊന്നുമില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷപൂർവ്വം ഹാപ്പി ഹോളി പറഞ്ഞ് മുഖത്തേക്കും എല്ലാം മുഖത്തും തലയിലും എല്ലാം നിറങ്ങൾ വാരിപ്പൊത്തുവാണ്. ഈ നിറങ്ങൾ വാരിപ്പൊത്തുന്നതിന് പിന്നിലൊരു കഥയുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ നിറങ്ങൾ നമ്മൾ ഒരുപാട്, അതായത് ഈ എന്തെങ്കിലും മനസ്സിൽ വിദ്വേഷമോ വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നിറങ്ങൾ അവരുടെ മുഖത്തണിഞ്ഞ് ആ വൈരാഗ്യവും കാര്യങ്ങളും എല്ലാം മാറ്റി പിന്നീട് എന്താ പറയുക നിറപ്പകിട്ടാർന്ന ഒരു പുതുമയാർന്ന ഒരു ജീവിതം ആണ് മുമ്പിലോട്ട് വരുന്നതെന്നാണ് പറയുന്നത്. ഇത് വസന്തത്തിൻ്റെ ഉത്സവമാണെന്നും പറയുന്നുണ്ട് കേട്ടോ ഹോളി. എന്തായാലും ഇതൊന്നും എനിക്കറിയത്തില്ല. സാംഗ്ലയിലെ ഹോളി എന്തൊരു ഭംഗിയായിരുന്നെന്നറിയാമോ? എന്തോരം ഡാൻസ് കളിച്ചു, എന്തോരം പാട്ട് പാടി, എന്തെല്ലാം അവിടെ കിടന്ന് കാണിച്ചു. സത്യം പറഞ്ഞാൽ അറിയത്തില്ല. മദ്യം പറഞ്ഞ് ആഘോഷിക്കുക എന്ന് പറയല്ലേ, അതായിരുന്നു സാംഗ്ലയിലെ ഹോളി ശരിക്കും പറഞ്ഞ് നടന്നത്. സാംഗ്ലയിൽ മാത്രമല്ല ഹോളി നടക്കുന്നത്, ഓൾമോസ്റ്റ് പുഷ്കർ, രാജസ്ഥാന്, അങ്ങനെ കുറേ സ്ഥലത്ത് ഹോളി നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ കുറേ 2-3 വർഷമായിട്ട് സാംഗ്ലയിലെ ഹോളിയാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഹോളിയായിട്ട് പറയുന്നത്. കാരണം ഒരുപാട് ആൾക്കാരാണ് വരുന്നത്. രാവിലെ തുടങ്ങിയ ആഘോഷമാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ആളുകളെല്ലാവരും ഈ ഗ്രാമത്തിലോട്ട് കയറി പോകും. ഈ പ്രതീകങ്ങളായിട്ടുള്ള അതൊക്കെ വെച്ചിട്ട് വലിയ പാട്ടും ഭയങ്കര ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗ്രാമങ്ങളിലോട്ട് കയറിപ്പോയി എല്ലാ വീടുകളിലും ഹോളി എത്തിക്കുന്ന ഒരു ആചാരം കൂടെ സാംഗ്ലയിലുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേയൊക്കെ കയറിപ്പോയി. പിന്നെ അവിടെ അങ്ങ് വലിയൊരു ഗ്രൗണ്ടിൽ പാട്ട് വെച്ചിട്ട് ഡാൻസ് ബഹളം. ഇപ്പോഴും എൻ്റെ കൂട്ടത്തിൽ വന്ന ആൾക്കാരൊന്നും സത്യം പറഞ്ഞാൽ തിരിച്ചു പോന്നിട്ടില്ല. അവരെല്ലാവരും അവിടെ നിൽക്കുവാണ്. ഹോളിയുടെ ഒരു ചെറിയ സ്റ്റോറിയും കൂടെ ഞാൻ പറയാം. ശരിക്കും ഹോളിക്ക് പല സ്റ്റോറികൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്നത് പ്രഹ്ലാദത്തിൻ്റെ കഥയാണ്. പ്രഹ്ലാദൻ എന്ന് പറയുന്നത് ഒരു രാജാവായിരുന്നു. അപ്പോൾ രാജാവ് ഭയങ്കര ശക്തനായിരുന്നു. അപ്പോൾ ആ രാജാവ് ഒരുപാട് യുദ്ധമൊക്കെ ചെയ്ത് എല്ലാം വെട്ടിപ്പിടിച്ചൊക്കെ കഴിയുമ്പോൾ പുള്ളിക്ക് തോന്നി വേറെ ആരെയും ആരാധിക്കേണ്ട, പുള്ളീനെ എല്ലാവരും ആരാധിക്കണം തോന്നും. അപ്പോൾ രാജ്യത്തിലുള്ള എല്ലാവരോടും അദ്ദേഹം എന്താ പറഞ്ഞാൽ ഒരു ഉത്തരവിട്ടു, അദ്ദേഹത്തിന് മാത്രമാണ് ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൻ 5 വയസ്സുള്ളൊരു മകൻ മാത്രം അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നില്ല. പുള്ളി ബിന്ദാസ് മഹാവിഷ്ണുവിനെ തന്നെ ആരാധിച്ചു പോന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ അടുത്ത്, പുള്ളിക്കാരുടെ പേര് ഹോളിക, പ്രോപ്പറായിട്ട് എനിക്കറിയില്ല, ആക്ച്വലി ഹോളി കൂട്ടിയ ഒരു പേരാണ്. അപ്പോൾ അത് പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു, അഗ്നി പുള്ളിക്കാരിനെ വിഴുങ്ങത്തില്ലെന്ന്. അപ്പം ഈ കൊച്ചിനെയും കൊണ്ട് ഇവർ അഗ്നിയിലോട്ട് കടന്നു പോവുകയാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു ട്വിസ്റ്റുണ്ട്. കറക്റ്റ് കഥ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ഇട്ടേക്ക് കേട്ടോ. എന്തായാലും പുള്ളിക്കാരി കരിഞ്ഞു പോയി. കൊച്ചിന് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റിയില്ല. അപ്പോൾ അതാണ് തിന്മയുടെ വേല് നന്മയുടെ വിജയം എന്നുള്ളത് പറയുന്നത്. ഇനി രാത്രിയിലാണെങ്കിലും ഇവിടെ ഇങ്ങനെ കത്തിക്കുന്ന സംഭവം അങ്ങനെയൊക്കെയുണ്ട്. ഞാൻ അതിന് മുമ്പ് ഇങ്ങോട്ട് പോകുന്നു. എന്തായാലും
എന്തായാലും ഭയങ്കര ഭംഗിയുള്ള ഒരു ഹോളി തന്നെയായിരുന്നു സാംഗ്ലയിലെ ഹോളി. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും പറ്റുവാണെങ്കിൽ ഇവിടെ വന്ന് ഹോളി ഒന്ന് ആഘോഷിക്കണം മക്കളെ. എൻ്റെ ദൈവമേ, എൻ്റെ കൂടെ വന്ന പിള്ളേരെല്ലാം പിള്ളേർ സെറ്റായിരുന്നു. ഞാൻ മാത്രമാണ് കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ. പക്ഷേങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം നമ്മളെ കൂടെ കൂട്ടി എല്ലായിടത്തും നമ്മളെ കൂടെ ശരിക്കും ഭയങ്കര ആയിട്ട് സപ്പോർട്ട് ചെയ്തതായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരും നിന്നിരുന്നത്. എന്തായാലും എനിക്കിത് പറഞ്ഞിട്ടും മതിയാകുന്നില്ല. കാരണം ഇതൊന്നും അവിടെ നിന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാം, അവിടെ ഇങ്ങനെ വലിയ ഒച്ചത്തിൽ പാട്ട് വെച്ചിരിക്കുക. അപ്പം നമുക്ക് കോപ്പിറൈറ്റ് അടിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നറിയത്തില്ല. ഇതിൻ്റെ എല്ലാം കോപ്പിറൈറ്റ് അടിച്ചാലും കുഴപ്പമില്ലാത്ത നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ട്രാവൽ വിത്ത് മരിയ ഷാലു എന്നുള്ള പേജ് പോയി ഫോളോ ചെയ്തേച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഒരുമാതിരിപ്പെട്ട എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നതായിരിക്കും. ആ സാംഗ്ലയുടെ എന്താ പറയുക, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എന്തായിരുന്നു ഹോളി സെലിബ്രേഷൻ എന്നുള്ളത് ശരിക്കും ഭയങ്കര ഭംഗി. അതും ശരിക്കും പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ പുറകിലാണെങ്കിലും കാണാം, മഞ്ഞ മലകളുടെ ഇടയ്ക്കാണോ ഇത്രയും തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. പക്ഷേ എന്നാലും അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ടാണ് എല്ലാവരും ഹോളി ആഘോഷിക്കുന്നത്. ലാസ്റ്റ് അവിടെ ഒരു കടയിൽ സമോസ മേടിക്കാൻ പോയിട്ട് സമോസ പോലും ഉണ്ടായിരുന്നില്ല. അവസാനം ഇവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേർ പറഞ്ഞു, ഞങ്ങൾ സമോസ ഉണ്ടാക്കാൻ കൂടാ, പ്ലീസ് ഞങ്ങൾക്കൊരു സമോസ തരുമോ എന്നൊക്കെ ചോദിച്ച് പിന്നെ അവർ ഞങ്ങൾക്ക് ബജിയൊക്കെ ഉണ്ടാക്കി തന്നു. എന്തൊക്കെയായിരുന്നു ഒരു ദിവസം അവിടെ നടന്നത്, അയ്യോ എനിക്ക് പറയാൻ അറിയത്തില്ല, അത്ര ഭംഗിയായിരുന്നു. ഇതേ എൻ്റെ മുമ്പിലാണെങ്കിലും നിറയെ മഞ്ഞുമലകൾ, അതിൻ്റെ മുമ്പിലൊരു പുഴ. ഇനി എനിക്ക് പോകണം. ഞാൻ അതേ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. എൻ്റെ വൈറ്റ് ഡ്രസ്സൊക്കെ അത് പിങ്ക് കളറും പച്ച കളറും നീല കളറും ഒക്കെ ആയിട്ടുണ്ട്. ഇനി എനിക്ക് പോകേണ്ടതുണ്ട്. ഈവനിങ്ങിൽ ഇനി ആഘോഷങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പോകുന്നത് ശരിക്കും എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു വൈസ് ഡിസിഷനായിരുന്നു എന്നെനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും.